ആ മായിങ്ങാക്ക നിങ്ങൾ ഫ്രീയാ? ഒന്നിട്ട് കയറിക്കാണി, നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങട്ടാടാ? നമ്മളെ കൂട്ടുകാരന്റെ വീട്ടിൽ നിങ്ങളിട്ട് കയറി. ആ അബോക്ക കേറി കേറി കേറി. ആ ഷഫീഖ. ആ വലൈക്കും സ്ലാം. കേറി 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 ഇരിക്കെ. ഇതാരാ? ഇത് നമ്മളെ സുഹൃത്താണ്. ഞാന് മൂപ്പരെ കൂട്ടിയാണ് പോന്നാണ്. ആ ആയിക്കോട്ടെ, ഇരിക്കെ. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ആ സുഖാണ്. നിങ്ങൾ എന്നാ വന്ന്? ഞാൻ വന്നിട്ട് ഒരു മാസമായി. ഞാനിത് പുതിയ വീടൊക്കെ എടുത്തിക്കണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാന്ന് വിചാരിച്ചാണ്ട് പോന്നാണ്. മൂപ്പര വീട് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ? ആ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്. നമ്മളെ സുഹൃത്താണ്. ഒരു മിനിറ്റ് കേട്ടോ, ഇരിക്കെ. ആ എന്തേ? ഇത് പാലിന്റെ ബില്ല്. ആ ഇപ്പൊ തരാട്ടോ. ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ പാലിന്റെ പൈസ ഒന്ന് കൊടുത്താ കേട്ടാ. ആ ഇതേട്ടാ, ആയിക്കോട്ടെ, ശരി. മാഷാ അല്ലാ ഷഫീഖ, എൻ്റെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. എന്നാലും ഷഫീഖ, ആ പഴയ പരിയിലുണ്ടായിരുന്ന ആ കുപ്പായം ഇങ്ങോട്ട് കൊണ്ടില്ലായിരുന്നു. അപ്പോക്ക ഞങ്ങൾക്കത് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ. 10-15 കൊല്ലം മുമ്പ് ഇപ്പം മരിച്ചിരുന്ന അന്ന് ഇട്ടിരുന്ന ഷർട്ടാ അത്. ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം അത്. നമ്മൾ പഴയ വീട്ടിലും അതേപോലെ നമ്മൾ തൂക്കിയിട്ടിരുന്ന. ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പൈസക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുമ്പോൾ ഉമ്മ ആ പോക്കറ്റ് പോയി എടുത്തോന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഉപ്പാനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കണ്ടുപിടിച്ചൊരു സൂത്രമായിരുന്നു അത്. അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങളെ ഉപ്പ വളർത്തിയത്. അതവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സാന്നിധ്യം അനുഭവപ്പെടും. അതുകൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റൂലല്ലോ. അല്ല അപ്പൊ ഉമ്മ 2 കൊല്ലം മുമ്പ് മരണപ്പെട്ടു. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ പരിപാലിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കും. അല്ല ഇതിപ്പോ എന്ന് പോണ്? ഞാനിപ്പോൾ അടുത്ത മാസം പോകണമെന്ന് കരുതുന്നുണ്ട്. 2-3 പേർക്ക് നാട്ടിലേക്ക് വരാനുണ്ട്. നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. അബു നീട്ടാ. അല്ല അല്ല, ചായ ഒന്നും വേണ്ട. അവൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. എന്താണ് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാര്യം പറയും.